സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെയും മറ്റന്നാളുമാണ് റെഡ് അലർട്ട് മുന്നറിയിപ്പുള്ളത്. സുലേഖ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുലേഖ, സംസ്ഥാനത്തുടനീളം അതിശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യമാണോ നിലവിലുള്ളത്? ഒപ്പം തന്നെ നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായും ആവണി, അതിശക്തമായ മഴ തന്നെയാണ് സംസ്ഥാനത്തുടനീളം ലഭിക്കുന്നുള്ളത് എന്നുള്ളത് തന്നെയാണ്. നാളെയും മറ്റന്നാളുമാണ് സംസ്ഥാനത്ത് 3 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നെന്തായാലും 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് കൂടി നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിൽ ശക്തമായ മഴ തന്നെയാണ് സംസ്ഥാനത്ത് ലഭിക്കുന്നത് എന്നത് തന്നെയാണ്. 3 ജില്ലകൾ നാളെയും മറ്റന്നാളുമായി റെഡ് അലേർട്ട് നിലനിൽക്കുന്ന ജില്ലകൾ എന്ന് പറയുന്നത് പത്തനംതിട്ട, ഒപ്പം കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് നാളെയും മറ്റന്നാളും അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് നിലനിൽക്കുന്നത്. ഇന്ന് 3 ജില്ലകളിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിശക്തമായ മഴ ആഴ്ചകളായി സംസ്ഥാനത്ത് തുടരുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കനത്ത മഴ തുടരുന്നൊരു സാഹചര്യത്തിലാണ് കാലാവസ്ഥാ വകുപ്പ് ഇത്തരത്തിൽ അതിതീവ്രമായ മഴ ഉണ്ടാകുമെന്നുള്ള പ്രവചനം ഇന്ന് നടത്തിയത്. നാളെയും മറ്റന്നാളുമാണ് ഇത്തരത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ നാളെയും മറ്റന്നാളുമാണ് ഇത്തരത്തിൽ അതിതീവ്രമായ മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും ആഴ്ചകളായി ഉള്ളൊരു തുടരുന്നൊരു മഴ, അത് വലിയ രീതിയിൽ തന്നെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും ഒപ്പം തെക്കൻ കേരളത്തിലുമാണ് ഇത്തരത്തിൽ വേനൽ മഴ ശക്തി പ്രാപിക്കുന്നൊരു സാഹചര്യമുള്ളത്. അതേസമയം തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് ഒരു കാരണവശാലും ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും കടലാക്രമണ സാധ്യതയും ഒപ്പം ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും ദുരന്ത നിവാരണ അതോറിറ്റിയും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും കാലാവസ്ഥാ വകുപ്പും നൽകുന്നുണ്ട്. അതിനൊപ്പം ഈ മലയോര പ്രദേശത്തെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടി കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. പല ജില്ലകളിലും വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള, പ്രത്യേകിച്ച് മലയോര പ്രദേശത്തുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്രകളൊക്കെ തന്നെയും തടഞ്ഞുകൊണ്ട് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനങ്ങൾ ഇറങ്ങുന്നുണ്ട്. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ ജില്ലാ കളക്ടർ ഇത്തരത്തിൽ മലയോര പ്രദേശത്തുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കടലോരത്തുള്ള വിനോദസഞ്ചാരങ്ങൾക്കും വിലക്കേർപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം കളക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായ രീതിയിൽ ഇത്തരത്തിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര പ്രദേശങ്ങൾക്കടക്കം തീരദേശ പ്രദേശങ്ങൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ മഴ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ തന്നെ കാലവർഷം, അത് മെയ് അവസാനത്തോടുകൂടി, മെയ് 30 കാലവർഷം സംസ്ഥാനത്ത് എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഈ തമിഴ്നാട് തീരത്ത് നിലനിൽക്കുന്നൊരു ചക്രവാത ചുഴിയുണ്ട്. ആ ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ വേനൽ മഴ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. വേനൽ മഴയ്ക്കൊപ്പം തന്നെ ഇത്തരത്തിൽ ശക്തമായ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ലേഖ, തലസ്ഥാനത്തടക്കം ഇത്തരത്തിൽ ശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം നിലവിൽ തലസ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ കനത്ത മഴയിൽ മതിലിടിഞ്ഞുള്ള അപകടങ്ങളും ഒപ്പം മറ്റ് ഈ ഓലമേഞ്ഞ കെട്ടിടങ്ങളൊക്കെ തന്നെയും തകരുന്നൊരു സാഹചര്യം, അത് കനത്ത മഴയിലും ശക്തമായ കാറ്റിലും ഇത്തരത്തിൽ അപകടങ്ങളൊന്നുമില്ലാതെ ഈ മതിലിടിഞ്ഞു കൊണ്ടുള്ള ഒരു അപകടങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു അപകടമല്ല. അത് ജാഗ്രതാ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. എന്നിരുന്നാലും മലയോര പ്രദേശങ്ങൾക്ക് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം, അത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഒപ്പം ജില്ലാ അധികൃതരുടെയും കാലാവസ്ഥാ വകുപ്പിൻ്റെയും ഒക്കെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ തീരദേശ പ്രദേശത്തും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. കടലാക്രമണ സാധ്യത അടക്കമുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തീരദേശ പ്രദേശത്തുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മലയോര പ്രദേശങ്ങളടക്കം ഇത്തരത്തിൽ മതിലിടിഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പറയത്തക്ക
രീതിയിലുള്ള അപകടങ്ങളൊന്നും തന്നെ അപായങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായ രീതിയിൽ ജാഗ്രതാ നിർദ്ദേശം അത് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആവണി.